ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോളമനാണേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു മാൽദീവ്സിൽ ടൂണ ഫിഷിനെ സെയിൽ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇപ്രാവശ്യം. നമ്മൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ ബെയ്റ്റ് ഫിഷുകളെ പിടിക്കുന്ന രീതികളൊക്കെ. അപ്പോൾ ഈ ബെയ്റ്റ് ഫിഷുകളെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് മാൽദീവ്സിൽ ഇതുപോലെ നെറ്റ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. അതുപോലുള്ള ആ വീഡിയോസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ മീൻ പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതൊരു 10ഓളം പേരുടെ ഒരുപാട് നേരത്തെ മണിക്കൂറുകൾ നേരത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ ബൈറ്റ് ഫിഷുകളെ പിടിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ ബൈറ്റ് ഫിഷുകളുടെ പോയിന്റിൽ നിന്നും, അതായത് ബൈറ്റ് ഫിഷുകളെ കൂട്ടമായി പിടിക്കുന്ന പോയിന്റിൽ നിന്നും ബൈറ്റ് ഫിഷുകളെ പിടിച്ച് നേരെ ബോയ്ക്കടുത്തേക്കാണ് പോയത് കേട്ടോ. ബോയ്ക്കടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാവിലെ പുലർച്ചെ 4:30-5 മണിയോടൊക്കെ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരും. അതിന് ശേഷമാണ് അവിടുന്ന് വലിയ ടൂണ ഫിഷുകളെ പിടിക്കുക. ഇതുപോലെ ചെറിയ മീനുകളെ ടാങ്കിൽ ഇതുപോലെ ലൈവായിട്ട് നിലനിർത്തിക്കേണ്ട ചെറിയ മീനുകളെ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും, ബോട്ടിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ എറിഞ്ഞു കൊടുത്ത് ബോട്ടിൻ്റെ പിന്നാലെ ടൂണ ഫിഷുകളെയും അതുപോലെ മറ്റു ഫിഷുകളൊക്കെ ഫോളോ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് ടൂണ ഫിഷിനെ പിടിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു, എന്നാലും ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏതാണ്ട് 1-2 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ കാണുന്ന രണ്ട് വശത്തുമായിട്ട് ഈ കാണുന്ന ഇത്രയും മീനുകളെ നമ്മുടെ ബോട്ടിൽ നിന്ന് പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും പിടിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു മീൻ. പിന്നെ ഈ ബോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ദൂരെ ആ കടലിൻ്റെ 2 ബോള് പോലെ പൊങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതിവിടെ എന്തോ ദൂരപരിധിയോ മറ്റോ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടുകളെയാണ് ഈ ബോയി എന്ന് വിളിക്കുന്നത് കേട്ടോ. പൊതുവേ മാൽദീവ്സിലെ ഈ ടൂണ ഫിഷിങ് കൂടുതലായിട്ടും ബോട്ടുകൾ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ്ക്ക് ചുറ്റിലുമാണ്. ഈ ബോയ്ക്ക് ചുറ്റിലും ഇങ്ങനെ ബോട്ട് കറങ്ങിക്കൊണ്ടാണ് ഈ ടൂണ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഒരുപാട് ബോട്ടുകൾ ഉണ്ടാവും. പൊതുവേ ഓരോ അറ്റോളിലും ഇതുപോലെ 1-2 ബോയികളൊക്കെ ഉണ്ടാവും. അതിന് ചുറ്റിലും ടൂണ ഫിഷിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. കാരണം ഈ ബോയിയോടനുബന്ധിച്ച് കയറുകളും മറ്റും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ഈ ചെറുമീനുകൾ കൂട്ടം ചേർന്ന് വരാനും അതുപോലെ മുട്ടയിടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നും കൃത്യമായി വിവരിച്ചുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിലാണ് മീനൊക്കെ പിടിച്ച് നിറച്ച് ടാങ്കൊക്കെ നിറഞ്ഞു അങ്ങോട്ടുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നല്ല തെളിഞ്ഞ ആകാശമാണ്, സമുദ്രം നല്ല ശാന്തമാണ്. ആ സമയത്ത് ഡോൾഫിൻ കൂട്ടങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്ന കാഴ്ചയും കാണാൻ പറ്റും. കണ്ടോ, വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണും എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ്. ഒരുപാട് 10-15 ഡോൾഫിൻ കൂട്ടങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്ന കാഴ്ച, ഇതുപോലുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് അപ്രതീക്ഷിതമായി ഈ കടൽ യാത്രയിൽ കാണാൻ പറ്റും. നമ്മൾ ഫിഷ് പിടിക്കുന്ന ബോയ്ക്കരികിൽ നിന്നും 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ ഫിഷ് ഫാക്ടറിയിലേക്ക് കേട്ടോ. ഫെലിവർ എന്ന് പറയുന്ന ഈ ഐലൻഡിലേക്കുള്ള യാത്ര. അവിടെ വെയിറ്റിംഗ് ആണ്. ഒരുപാട് ബോട്ടുകൾ വെയിറ്റിങ്ങിലാണ്. കാരണം ഐസ് നിറക്കാനും അതുപോലെ ഓയിൽ നിറക്കാനും അതുപോലെ ഫിഷ് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കും ടോക്കൺ കിട്ടിയത് കുറച്ച് വൈകിയാണ്. അതായത് നമ്മൾ എത്താൻ വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഓൾറെഡി അവിടുന്ന് ഫിഷ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെൻറ്ററിൽ കാണുന്ന വലിയ ഫ്രീസിങ് സംവിധാനമുള്ള ബോട്ടിലേക്ക്, ഷിപ്പിലേക്ക് 2 സൈഡിൽ നിന്നും ചെറു ബോട്ടുകൾ ഫിഷ് സെയിൽ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്, ദൂരക്കാഴ്ച. ഇതുപോലെ നമ്മുടെ ബോട്ടും നമ്മുടെ ടോക്കൺ വരുമ്പോൾ നമ്മളും പോയിട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇവിടെ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തിരക്കുകൾ അനുഭവപ്പെടാറില്ല. പക്ഷേ ഇത് എല്ലാ ബോട്ടും ഒരുമിച്ച് ഒരേ നേരത്തെ തന്നെ വന്നതുകൊണ്ട് ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഒരുപാട് ബോട്ടുകളുണ്ട്. ഓരോ ഐലൻഡിലുള്ള അടുത്തടുത്തായിട്ടുള്ള ഐലൻഡുകളിലുള്ള വ്യത്യസ്തമായ സൈസിലും വണ്ണത്തിലൊക്കെയുള്ള ബോട്ടുകൾ. ഈ കാണുന്ന ബോട്ടുകളിലൊക്കെ ടൺ കണക്കിന് ഫിഷാണ്. 2, 3, 4 ദിവസങ്ങൾ കടലിൽ തങ്ങി പിടിച്ച ടൺ കണക്കിന്, അതായത് 4-5 ടണ്ണൊക്കെ, ചില വലിയ ബോട്ടുകളിലൊക്കെ 10 ടണ്ണൊക്കെ, ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെ എടുക്കുന്ന ബോട്ടുകളിലൊക്കെ 10 ടൺ മീനൊക്കെ ഉണ്ടാവും, ടൂണ ഫിഷൊക്കെ ഉണ്ടാവും. അതിൻ്റെ സൈസിനും തൂക്കത്തിനൊക്കെ അനുസരിച്ചാണ് ഇവിടെ വില നിശ്ചയിക്കുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെയാണ് ഐസും അതുപോലെ ഈ ബോട്ടിന് വേണ്ട ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ഇവർക്ക് പ്രത്യേക സബ്സിഡി ഉണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഈ എണ്ണയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ സബ്സിഡി ആയിട്ടാണ് ഇവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഷിപ്പുകൾ ഇതുപോലെ ഫ്രീസിങ് സംവിധാനമുള്ള ടണ്ണ് കണക്കിന് സ്റ്റോറേജുള്ള ഫ്രീസിങ് സംവിധാനമുള്ള ഷിപ്പുകൾ 3 or 4 ഷിപ്പുകളുണ്ട്. അതിലാണ് ഈ ഫിഷ് നമ്മൾ കൊടുക്കുന്ന ഫിഷ് സ്റ്റോർ ചെയ്ത് വെക്കുക. ശേഷം അവരുടെ വണ്ടി ഉപയോഗിച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് ടിൻ ഫിഷ് ഉണ്ടാക്കുന്നത്. ഈ ടിൻ ഫിഷ് കയറ്റുമതി ചെയ്തിട്ടാണ് ഇവർ വരുമാനം ഉണ്ടാക്കുന്നതും. അതിലൂടെയാണ് നമ്മുടെ ഫിഷർമാൻമാർക്ക് ഈ മീനിൻ്റെ വില, അതായത് തുക കിട്ടുന്നതും. മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത വരുമാനം, ജീവിതോപാധി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫിഷിങ്ങിലൂടെയാണ്. ഇതുപോലുള്ള ടിൻ ഫിഷ് കയറ്റുമതിയിലൂടെയൊക്കെയാണ് മറ്റ് വരുമാന മാർഗം മാൽദീവ്സിനുള്ളത്. ഇവിടെയുള്ള മറ്റ് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഫിഷർമാൻമാർക്ക് ശരിക്കും ശമ്പളം കിട്ടാറുണ്ട്. നല്ല സീസൺ ടൈമൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 30,000 റുഫിയ ഒക്കെ, ഏതാണ്ട് ഇന്ത്യൻ മണി 1,00,000 വരുന്ന തുക ഒരു മാസത്തിൽ തന്നെ ഇവിടുത്തെ ഫിഷർമാൻമാർക്ക് ഇതുപോലെയുള്ള മീൻപിടുത്തത്തിലൂടെ കിട്ടാറുണ്ട്. ഓരോ ആൾക്കാർക്കും അങ്ങനെ കിട്ടും. ബോട്ടിലുള്ള ഓരോ ജീവനക്കാർക്കും ഏതാണ്ട് ആ ഒരു തുകയോളം ഒരു മാസം സമ്പാദിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ടിൻ്റെ ടോക്കൺ സമയം വന്നെത്തി. ആ സമയത്ത് നമ്മൾ മെല്ലെ ആ ഷിപ്പിനടുത്തേക്ക് നമ്മുടെ ബോട്ട് അടുപ്പിച്ച് വെക്കുകയാണ്. നല്ല റഫായിരിക്കും. ഇതിനടുത്തോട്ട് വരുമ്പോൾ നല്ല ഓളം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് തന്നെ സൈഡിൽ കണ്ടോ ചെറിയ ഫ്ലോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് ഈ ബോട്ട് ഇടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ അടുപ്പിച്ച് വെച്ച് അതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ക്രെയിനിൽ അവരുടെ എന്താ പറയുക ഒരു ബക്കറ്റ്, വലിയ ബക്കറ്റ്, ഈ ഫിഷ് ഇടുന്ന കൊട്ട താഴ്ത്തും. ക്രെയിനിൽ ബോട്ടിലേക്ക് താഴ്ത്തി വെച്ച് അതിലേക്ക് മീനുകളെ തരംതിരിച്ച് ഇട്ട് തൂക്കി, അതിൽ തന്നെ ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ തൂക്കി നമ്മുടെ തൂക്കമൊക്കെ നിശ്ചയിച്ച് അതിൻ്റെ ബില്ല് വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോവുക കേട്ടോ. ആ ബാക്കി കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. നമ്മൾ മീൻ പിടിച്ചതിന് ശേഷവും ഈ ബോട്ടിലെ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ തന്നെ പലപ്പോഴും മീനിൻ്റെ സൈസും അതുപോലെ എന്താ പറയുക മറ്റു പലതരം മീനുകളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ വേർതിരിച്ചാണ് ഓരോ ടാങ്കിലും ആദ്യം തന്നെ എടുത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ സെയിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഐസൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ എന്താ പറയുക കൂളിംഗ് ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ അവർ ഒരു മീറ്റർ വെച്ച് ചെക്ക് ചെയ്യും. അതിന് ശേഷം മാത്രമേ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുള്ളൂ കേട്ടോ. ഇവിടെ വിൽക്കുന്ന മീനിൻ്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1/2 കിലോന് താഴെയുള്ള മീനിനെ ഇവിടെ എടുക്കില്ല. അപ്പോൾ 1/2 കിലോ തൊട്ട് 1.5 കിലോ വരെ തൂക്കം വരുന്ന മീനുകൾക്ക് 7 റുഫിയ എന്ന തോതിലും, അതുപോലെ അതിന് മുകളിലോട്ട് 1.5 കിലോന് മുകളിലോട്ട് എത്ര തൂക്കമുള്ള മീനായാലും അതിന് കിലോ 16 റുഫിയ എന്ന തോതിലുമാണ്. ഒരു റുഫിയ എന്നാൽ ഏതാണ്ട് ഇന്ത്യൻ മണി 5 രൂപക്ക് അടുത്തുള്ള മൂല്യമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ബാസ്ക്കറ്റുകളിൽ ടാങ്കിൽ നിന്നും തരംതിരിച്ച് അവരുടെ ബക്കറ്റിലേക്ക് കൊട്ടയിലേക്ക് മാറ്റുന്ന മീൻ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി അവരുടെ ഫ്രീസ് ചെയ്യുന്ന ഷിപ്പിലേക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. അവിടുന്ന് ഫാക്ടറിയിലോട്ട് മാറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫിഷ് സെയിൽ ചെയ്യുന്ന രീതി കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിങ്ങനെ വിവരിച്ച് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ചിലപ്പോൾ ആരും അപ്ലോഡ് ചെയ്യാനോ നിങ്ങൾ കണ്ടിരിക്കാനോ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ സെയിൽ ചെയ്തു. ഏതാണ്ട് വൈകുന്നേരത്തോട് സമയമായി. സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് താഴ്ന്നിറങ്ങാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ഐലൻഡിൽ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് യാത്രയിൽ നമ്മുടെ ഐലൻഡ് എത്തിച്ചേരും. ഐലൻഡിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഉദ്വേഗഭരിതവും പ്രതീക്ഷ നിറഞ്ഞതുമായ ഒരാഴ്ചക്കാലത്ത് നീണ്ടു നിൽക്കുന്ന ഫിഷിംഗ് യാത്രയും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യാത്രകളൊക്കെ ഒരു പുതുമയുള്ള യാത്രയാണ്. ശരിക്കും ഉള്ളിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും അതുപോലെ മനസ്സ് നിറയുന്ന കാഴ്ചകളൊക്കെ സമ്മാനിച്ച യാത്ര തന്നെയാണ് ഈ ഒരാഴ്ചത്തെ യാത്ര. തീർച്ചയായും കടലെന്നും ഒരത്ഭുതം തന്നെയാണ്. അതിനെ അടുത്തറിഞ്ഞവർക്ക് അമ്മയുടെ മടിത്തട്ടെന്ന പോലെ സന്തോഷമുള്ള കാഴ്ചയും, അതിനെ അറിയാത്തവർക്ക് കഠിനകഠോരമായ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയുമാണ് കടൽ സമ്മാനിക്കുക.
ഇതുപോലുള്ള പുതിയ പുതിയ കടൽ വിശേഷങ്ങളുമായി അടുത്ത് തന്നെ എത്താമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവർ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി.